ബജാജിന്റെ RS200 അപ്ഡേറ്റ് ചെയ്ത മോഡൽ 2025 മോഡൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും കൊടുക്കുമെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ വരെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. വണ്ടി ലോഞ്ച് ചെയ്യുന്ന തലേന്ന് തന്നെ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വീഡിയോയിൽ. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. പുതിയ 3 കളേഴ്സിലാണ് വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ റെഡും ഉണ്ട്, വൈറ്റ് റെഡ് മിക്സ് ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഡിസൈൻ്റെ ഭാഗത്തൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വേണ്ടിക്ക് പറയാം. ഫ്രണ്ട് ഡിസൈൻ അതേപോലെ തന്നെയാണ്. ഫ്രണ്ടിൽ ഡബിൾ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറും ടാങ്കിന്റെ സെക്ഷനും സീറ്റൊക്കെ സെയിം തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ അവർ മാറ്റം കൊടുത്ത കാര്യം വണ്ടീൻ്റെ ടെയിൽ സെക്ഷനാണ്. പഴയ ടെയിൽ സെക്ഷൻ മാറ്റിയിട്ട് പുതിയൊരു ടെയിൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പഴയ ടെയിൽ സെക്ഷൻ അത്രയും നെഗറ്റീവ് വന്നിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഒരുപാട് പേർ മുമ്പേ പറയുന്നതാണ്. എന്നാൽ അവർ മാറ്റിയ ടെയിൽ സെക്ഷൻ അത്ര കാണാൻ വൃത്തിയായിട്ട് തോന്നുന്നില്ല. ആ ലുക്ക് ശരിക്കും നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പുതിയ ടെയിൽ സെക്ഷൻ്റെ ഡിസൈൻ പാളിപ്പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ഇൻറ്റഗ്രേറ്റഡ് ടൈപ്പിലാണ് ടെയിൽ സെക്ഷൻ. ഇൻഡിക്കേറ്റർ ഹോൾഡിംഗ് ആണ് ഇതിൽ തന്നെ. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസോൾ ആണ്. നമ്മൾ NS400 കണ്ട സെയിം മീറ്റർ കൺസോൾ ഇപ്പോൾ RSന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, കോളർ ഐഡിയും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മീറ്റർ മാറ്റിയപ്പോൾ തന്നെ വണ്ടീൻ്റെ ലുക്കിന് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഓൾഡ് ഡിസൈനാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് വലിയ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും കൊടുത്ത കാര്യം അത്ര ഫിനിഷായിട്ട് തോന്നുന്നില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് ഈ ഒരു ബൈക്കിന് UHT ഫോർക്ക് വരുന്നുള്ള കാര്യം. ഇപ്പം ബജാജിൻ്റെ 160cc ആയിട്ടുള്ള NS160, N160 വരെ UHT ഫോർക്ക് ഉണ്ട്. ഇത്രയും പൈസ കൊടുത്ത ഒരു ബൈക്ക് വാങ്ങുമ്പോൾ എന്തായാലും അതിൻ്റെ ഫീച്ചേഴ്സ് വാങ്ങുന്നവിടെ എന്തായാലും ചെക്ക് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, അതായത് ലോഞ്ചിന് മുമ്പ് തന്നെ പറഞ്ഞാണ് UHT ഫോർക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. വണ്ടിക്ക് UHT ഫോർക്ക് ബജാജ് കൊടുത്തിട്ടില്ല. പഴയ അതേ ടെലിസ്കോപ്പ് ഫോർക്ക് തന്നെയാണ്. പലരും പറയാണ്ട് UHT ഫോർക്ക് എന്തിനാണ് കാര്യം, അതിനെ കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്നൊക്കെ. UHT ഫോർക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടീൻ്റെ റൈഡിങ് സ്റ്റെബിലിറ്റി ഒക്കെ നല്ല രീതിക്ക് കൺട്രോൾ ആവും. റൈഡറിന് ആ ഒരു റൈഡിങ് കംഫർട്ട് ഫീലിലേക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. RSന് എന്തായാലും UHT ഫോർക്ക് മസ്റ്റാണ്. പക്ഷേ ബജാജ് അതും മിസ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ടയർസ് ഒക്കെ വരുന്നത് 110/70 17 ഇഞ്ചിന്റെ ടയർസ് ആണ്. ബാക്കിൽ 140/70 17 ഇഞ്ച് ടയർസ് തന്നെയാണ്, വൈഡ് ടയർസ് ആണ്. പിന്നെ വണ്ടിക്ക് ഒരു ടയർസ് ഹഗും കൂടി ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 230 mm ഡിസ്ക് ബ്രേക്ക് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്, ഡുവൽ ചാനൽ ABS ആണ്. സ്ലിപ്പർ ക്ലച്ചും കൂടി പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിന്റെ സ്പെക്സ് നോക്കുവാണെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റവും സംഭവിച്ചില്ല. പഴയ അതേ സെയിം എഞ്ചിൻ തന്നെയാണ്. 199.9 cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് SOC എഞ്ചിനാണ്. 24.5 bhp പവറും 18.7 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ആ UHT ഫോർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. വണ്ടീൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ 1,84,000 രൂപയാണ് വണ്ടീൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. വണ്ടിക്ക് കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. RSന് സ്ട്രോങ് ആയിട്ട് വരുന്ന മറ്റു ബൈക്ക് ഹീറോയുടെ കരിസ്മ XMR ആണ്. XMRൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ RSനെക്കാട്ടും കുറച്ച് അപ്ഡേറ്റഡ് ആണ് XMR. ഈ അടുത്ത് വണ്ടിക്ക് UHT ഫോർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓൺ പേപ്പർ വണ്ടീൻ്റെ എഞ്ചിൻ സ്പെക്സ് ഒക്കെ RSനെക്കാട്ടും കുറച്ച് പവർഫുൾ ആണ്. RSൻ്റെ ഒരു പ്രൈസ് നമുക്ക് ബജാജിൻ്റെ NS400 വാങ്ങാം, ഡോമിനറിൻ്റെ എഞ്ചിൻ വെച്ച മോഡൽ, അല്ലെങ്കിൽ ഹീറോൻ്റെ കരിസ്മ XMR വാങ്ങാം. ഇനി ബജാജിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഡോമിനറിൻ്റെ ആണ്. അത് എങ്ങനെയാണെന്ന് കണ്ടറിയാം.